എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ആർക്കും ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊരു 2 ഇൻഗ്രീഡിയൻറ്റ് സിമ്പിൾ ആൻഡ് ഈസി ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 or 2 ടേബിൾ സ്പൂൺ ഓഫ് റൈസ് പൗഡർ അതുപോലെ തന്നെ മിൽക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞൊരു പാനിലോട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒരു 1 കപ്പ് ഓഫ് ഷുഗർ എന്നിട്ട് ബോയിലായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ അടി പിടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അടി പിടിക്കാതെ നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു 30 to 40 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്ലോസിങ് ലിഡോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 2 hours ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് 2 hours കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീം സെറ്റായി എന്ന്. പക്ഷേ ഐസ്ക്രീം സെറ്റായിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഈ ഐസ്ക്രീം ഇട്ടിട്ട് വാനില എസൻസോ പിസ്ത എസൻസോ എന്ത് എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെ വാനില ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കണ്ടോ? നമുക്കിനി ഒന്ന് ഒഴിച്ചിട്ട് നോക്കാം വാനിലയുടെ കളറാണോ അതേ വാനിലയുടെ കളറോ അതോ പിസ്തി സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക രണ്ടും. അത് കഴിഞ്ഞ് ഓവർനൈറ്റ് കഴിഞ്ഞ് നാളെ എടുത്തപ്പോൾ നമ്മൾ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമുണ്ടായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര ചലഞ്ചസ് വേണമെന്ന് നിങ്ങൾ പറയുക, എന്ത് ചലഞ്ചസാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുക. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, അതും പോയി ചെക്കൗട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഐസ്ക്രീമിനെ കുറിച്ച് പറയാൻ വേറൊരു വാക്കില്ല ഗൈസ്, സൂപ്പർബ് ഐസ്ക്രീമാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടോ അതൊക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് വരുന്നത് കണ്ടോ? ഇനി നമ്മൾ ഐസ്ക്രീം ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കിയതൊന്നും പറയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.